അഴകന തൂയ സിന്തമിഴ് ആരിരാരോ ആരാരോ. ഒരുപാട് പേര് ഒരു സംശയം, ജാസി ഗർഭിണിയാണോ, ജാസി പ്രസവിച്ചു? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ ജാസി താത്ത ഗർഭിണിയായിരിക്കുകയാണ്. ഫസ്റ്റ് കണ്ടപ്പം എനിക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. ജാസി താത്ത അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കാണുന്നത് വരെ. എന്തായാലും നിങ്ങൾക്ക് വിശ്വാസമാവാത്ത സ്ഥിതിക്ക് നിങ്ങളും കൂടി ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. தாய்மை வாழ்கென தூய செந்தமிழ் ஆரிராரோ ஆராரோ. தங்கக்கை வளை வைரக்கை வளை ആരിരാരോ ആരാരോ. കണ്ടല്ല, ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായല്ല. ശാസ്ത്രം തോറ്റു, നമ്മുടെ ജാസി താത്ത ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നത് ഇത് ഗ്യാസിൻ്റെ വല്ല പ്രശ്നമായിരിക്കും എന്നാ. കുറച്ച് വെളുത്തുള്ളി കഴിച്ചാൽ ശരിയാകുമായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ ജിമ്മിൽ പോയി നല്ലതുപോലെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വണ്ണം കൂടിയപ്പം വയറ് ചാടിയതായിരിക്കും. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും മാറും. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക, വയറിനുള്ളിൽ തലയണയും വെച്ച് കെട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയാണോ ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത്? നമുക്കിനി ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ഒന്ന് നോക്കാം. ജാസിയും ആഷിയും പ്രസവ ആയുർവേദ ചികിത്സയ്ക്ക് വന്നത് എവിടെയാണെന്ന് കണ്ടോ? ഏതോ റിസോർട്ടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ജാസിയും ആഷിയും പ്രസവ ശുശ്രൂഷ ചികിത്സയ്ക്ക് വന്നത് എവിടെയാണെന്ന് കണ്ടോ? നിങ്ങൾക്കൊക്കെ പ്രസവ ആയുർവേദ ചികിത്സയൊന്നും അല്ല വേണ്ടത്, നല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു വീഡിയോയും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്ത് കെയറിങ് ആണ് ആഷിക്കാക്ക്. ജാസിത്താത്തയുടെ പിറകെ നടക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു. വല്ലാത്തൊരു കെയറിങ് തന്നെ. ഇതുപോലെ ഒരു കെയറിങ് കെട്ടിയവനെ കിട്ടാൻ ജാസിത്താത്ത കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയൊരു പുണ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ജാസിത്താത്തയോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ഇത് കണ്ടെടുത്തോളം 10 മാസമായിരിക്കുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും പ്രസവ വേദന വരാം. പെട്ടെന്ന് തന്നെ അടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക. അതാണ് ജാസി താത്തയുടെ ഹെൽത്തിന് നല്ലത്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കാം. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ തന്നെയാണ് ഫുഡ് കഴിച്ചത്, എനിക്കാരും വാരി തന്നിട്ടില്ല. അച്ചടാ പാവം, ജാസി താത്ത ശരിക്കും ഗർഭിണിയാണെന്നാണ് ഈ ഒരു കമൻ്റ് ഇട്ട ആള് വിചാരിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇമ്മാതിരി കമൻ്റ് ഇടാൻ ഒരു വഴിയില്ല. ഈ വീഡിയോ കാണുന്ന നേഴ്സറി കുട്ടികൾക്ക് വരെ അറിയാം ഇത് തലങ്ങണി വെച്ച് കെട്ടിയതാണെന്ന്. കഴിഞ്ഞില്ല, അടുത്ത കമൻറ്റ് നോക്കാം. എൻ്റെ ഇക്ക ദുബായിലാണ്, ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ ഇക്ക കൂടില്ലായിരുന്നു. ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ആണാവോ? ഇതൊക്കെ വായിച്ച് ചിരിക്കാന്നല്ലാതെ എന്താ ഇപ്പം പറയുക. എന്തായാലും ഗർഭിണിയാണെന്ന് കാണിക്കുന്ന ഈ 2 വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം അടുത്ത ദിവസം അപ്ലോഡ് ചെയ്തൊരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി. ഇന്നലെയാണല്ലോ സഹോ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത്. ഇന്നിപ്പോൾ കാലിവയറുമായിട്ട് ഡാൻസ് കളിച്ചുള്ള വീഡിയോ. ഇത്ര പെട്ടെന്ന് പ്രസവിച്ചോ? എല്ലാം പെട്ടെന്നാണെന്ന് തോന്നുന്നു. ഒരു ദിവസം കൊണ്ട് ഗർഭിണിയാകുന്നു, ഒരു ദിവസം കൊണ്ട് പ്രസവിക്കുന്നു, അടുത്ത ദിവസം ഡാൻസ് കളിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടുന്നു. എന്തൊരു ഫാസ്റ്റ് ആണല്ലേ. എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും. ഇനി എന്തൊക്കെ കാണണം. ഇത് കഴിഞ്ഞിട്ട് ജാസി താത്ത ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു ഫംഗ്ഷന് പോകുന്നത്. നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം. പ്രേമവതി തീ തീ നീ എന്നുള്ളിൽ തീ. ഉഫ്, കുനിഞ്ഞപ്പോൾ കണ്ടോ ബ്രസ്റ്റ് പൊത്തി പിടിച്ചിരിക്കുകയാണ്. നല്ലോണം പൊത്തി പിടിച്ചോ. വല്ല മഞ്ഞക്കുയിലോ നീലക്കുയിലോ ഒന്നും കാണണ്ട. അവര് പിടിച്ച് സൂം ചെയ്ത് വീഡിയോ ഇട്ട് കളയും. പിന്നെ അവരെ തെറി പറഞ്ഞ് വീഡിയോ ഇടാൻ മാത്രമേ ജാസി താത്താക്ക് നേരം കാണൂ. അതുകൊണ്ട് കുനിയുമ്പോഴൊക്കെ നല്ലതുപോലെ പൊത്തി പിടിച്ച് കുനിഞ്ഞോ. അതാണ് ജാസി താത്താക്ക് നല്ലത്. എന്തിനാണ് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന? വല്ല ചുരിദാറൊക്കെ ഇട്ട് വന്നാൽ പോരെ.
അതാകുമ്പോൾ ഇങ്ങനെ പൊത്തി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ശേഷം ജാസി താത്ത തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തംബ്നെയിൽ ഒന്ന് വായിക്കാം. ഉലുവ പിഴിഞ്ഞത് കഴിച്ചാലോ? പ്രസവശേഷം ഇത് നിർബന്ധമായും കഴിച്ചിരിക്കണം. എല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണത്. ജാസി താത്ത പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന്. എന്തായാലും എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ജാസി താത്ത തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. നമുക്കതുകൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരുപാട് പേര് ഒരു സംശയം, ജാസി ഗർഭിണിയാണോ, ജാസി പ്രസവിച്ചോ, അതൊക്കെ ഞാൻ പറയാട്ടോ. എന്താ സംഭവം? അത് നീ പറയേണ്ട ഒരാവശ്യവുമില്ല. ഇവിടെ പണിക്ക് വരുന്ന ബംഗാളിക്ക് വരെ അറിയാം നീ പ്രസവിക്കുമോ ഇല്ലയോ എന്ന്. ബാക്കി കൂടി പറഞ്ഞാട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുന്നത്, ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കഴിക്കണം എന്നുള്ളൊരു സംഭവം, നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൾറെഡി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഇത് കഴിക്കണത് കാരണം ബോണ്ട് സ്ട്രോങ്ങിനും സ്കിന്നിന്റെ സ്ട്രോങ്ങിനും പിന്നെ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് അത്രയും ഒരു വലിയ ഹെവി കഴിഞ്ഞതുകൊണ്ട് അവരെ ഒരു സ്കിന്നും അവരുടെ ശരീരമൊക്കെ നന്നായിട്ട് പുഷ്ടിയാവാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ മലപ്പുറത്തൊക്കെ എല്ലായിടത്തും ഏകദേശം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉലുവ പിഴിഞ്ഞത് എന്ന് പറയും, ചിലർക്ക് ഉലുവ. പലയിടത്തും പലതും പറഞ്ഞോട്ടെ. നീ മനസ്സിലാക്കാനുള്ളത് ഇത് നിനക്ക് കഴിക്കാനുള്ളതല്ല, പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ താത്താക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം. പക്ഷേ പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് നീ ഇത് കഴിക്കേണ്ട. കാരണം നീ പ്രസവിച്ചിട്ടില്ല, പിന്നെ അത് വിചാരിച്ച് കഴിച്ചിട്ട് എന്താണ് കാര്യം? ഇതൊക്കെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ജാസി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളാണെന്ന് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഇവിടെ ജാസി മാനം മര്യാദയ്ക്ക് ജീവിച്ച ആരും ഒന്നും പറയില്ല. പക്ഷെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന സമയത്ത് മിണ്ടാതിരിക്കാനും വയ്യ. ഞാൻ ഈ പറയുന്നതൊക്കെ വിചാരിച്ച് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിന് എതിരാണെന്ന് ആരും വിചാരിക്കല്ലേ. ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ജാസി കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ശരിക്കും ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.